നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രധാനമായും 3 കാലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ആദ്യം നമുക്ക് പാസ്റ്റ് ടെൻസ് പഠിക്കാം. രാജു കിൽഡ് എ സ്നേക്ക്. രാജു പാമ്പിനെ കൊന്നു. പാമ്പിനെ കൊന്നു കഴിഞ്ഞു. അപ്പോഴിത് ഭൂതകാലം. ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി ഗാന്ധിജി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. എത്ര മർദ്ദനങ്ങൾ. അങ്ങനെ അവസാനം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ആ ഒരു ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. മോള് നിൽക്ക്, മുത്തച്ഛനി ഓല മാറ്റട്ടെ. ഇതിവിടെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് പോകാൻ പ്രയാസമായിരിക്കും. ഒരു മിനിറ്റ്. ആ, ഈ ഗാന്ധിയും ഗംഗാധരൻ? അതെ, ഞാൻ തന്നെ. ആരാ? പണ്ടക്കളവാ. നീ ബാറിന് വരെ സമരം ചെയ്യും അല്ലടാ? അയ്യോ അയ്യോ, തല്ലല്ലേ. അയ്യോ അയ്യോ. ഓ, ആ. ഹലോ, കിളവനെ തീർത്തുക. രാജു കിൽഡ് എ സ്നേക്ക്. രാജു പാമ്പിനെ കൊന്നു. കേറ്. ഒരു ഗാന്ധി. ഇനി നമുക്ക് പ്രസന്റ് ടെൻസ് പഠിക്കാം. രാജു ഈസ് കില്ലിംഗ് എ സ്നേക്ക്. രാജു പാമ്പിനെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് പ്രസന്റ് ടെൻസ്. സിന്ധു, നിനക്കെന്താടി വിളിച്ച കേട്ടൂടേ? മതിയെ, എനിക്ക് എന്നും കുടിച്ചു വരും തല്ലും. എന്നെ കൊണ്ട് കൊന്നേക്ക്. നിന്നെയാണ് ഒറ്റടി കൊന്നുകൊണ്ടേ. രാജു പാമ്പിനെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഫ്യൂച്ചർ ടെൻസ് അഥവാ ഭാവികാലം. രാജു വിൽ കിൽ എ സ്നേക്ക്. രാജു ഭാവിയിൽ ഒരു പാമ്പിനെ കൊല്ലും. ഭാവിയിൽ നടക്കാനിരിക്കുന്ന പ്രവൃത്തി ആയതുകൊണ്ട് അത് ഫ്യൂച്ചർ ടെൻസ്. ഒരേഴ് 7, ഈരേഴ് 14, മൂവേഴ് 21, നാലേഴ് 28, അഞ്ചേഴ് 35, ആറേഴ് 40, ഏഴേഴ് ആരാ പറയാ? ശ്രീകുട്ടി പറ. 7 49. നീ പ്രസംഗിക്കുമല്ലടാ? അടിയടാ. 7 49. 7 പ്രസംഗം. 7 49. 7 49. ഇത് വാണിങ്. ഇനി നീ കളിച്ചാ നിന്നെ കൊല്ലുവാടാ. നിന്നെ കൊല്ലും. രാജു ഭാവിയിൽ ഒരു പാമ്പിനെ കൊല്ലും. 7 49. 7 49. 7 49. സൈലൻസ്. ശ്രീകുട്ടി സ്റ്റാൻഡ് അപ്പ്. ക്ലാസ്സിലിരുന്നാണോ സ്വപ്നം കാണുന്നത്? രാജു വിൽ കിൽ എ സ്നേക്ക്. ഏതാ ടെൻസ്? രാജു പാമ്പിനെ കൊല്ലും. ഏതാ ടെൻസ്? രാജു പാമ്പിനെ കൊന്നു. രാജു പാമ്പിനെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. രാജു ഭാവിയിൽ ഒരു പാമ്പിനെ കൊല്ലും.
ശ്രീകുട്ടിയോടെയോ ചോദിക്കുന്നത്. രാജു വിൽ കിൽ എ സ്നേക്. ഏതാ ടെൻസ്? രാജു പാമ്പിനെ കൊല്ലു. ഏതാ ടെൻസ്? രാജുവിന് ആ പാമ്പിനെ കൊല്ലാതിരുന്നൂടെ ടീച്ചർ? എന്തിനാ അങ്ങനെ കൊല്ലുന്നേ? കൊല്ലാതിരുന്നൂടെ ടീച്ചർ?